ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ ജെൻഡർ റിവീൽ പാർട്ടിയില്ല കേട്ടോ, ചെറിയൊരു ജെൻഡർ റിവീൽ നടത്തുന്നുള്ളൂ. നമ്മൾ ഒരു ഫാമിലി മാത്രമുള്ള, ഞാനും ഗബ്രുവും ഡയസും മാത്രമുള്ളൊരു ചെറിയ പരിപാടി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഗബ്രുണ്ടേനും നമ്മൾ ജസ്റ്റ് ജെൻഡർ അതൊരു കോമഡി ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ സ്കാൻ ചെയ്ത സമയത്ത് ജെൻഡർ കണ്ടു, ഇങ്ങ് വന്നു, ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം നമുക്ക് സ്കാനിങ്ങിന് ഗബ്രുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മളിത് ജെൻഡർ അറിയുന്ന സമയത്ത് അവനും കൂടി ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർ എഴുതി തന്നിട്ടുണ്ട്. ഞാനത് കൊടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് ഇതിലുള്ള കൺഫെറ്റിയൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ചെറിയൊരു ഡെക്കറേഷനും കൂടെ ചെയ്യാൻ, ഒരു ഫൺ, അവനൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആളിരിക്കുന്നത്. അപ്പോൾ അവനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്, റിവീൽ ചെയ്യാൻ പോകുന്നത്. അവനും ഡൈസും കൂടെയാണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ആ ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ഞാനൊന്ന് കാണിക്കാം. അതിൻ്റെ ചെറിയ വീഡിയോ ആണ് കേട്ടോ. അവിടെ വെട്ടക്കുറവായതുകൊണ്ട് ഞാൻ വെട്ടമുള്ള സ്ഥലത്ത് വന്നിരിക്കുക. പക്ഷെ എൻ്റെ ബാക്കിൽ നിന്ന് വെട്ടടിക്കുന്നതുകൊണ്ട് ഇരുണ്ടിരിക്കുന്നു അല്ലേ. ഞാൻ സ്ഥലം മാറി ഇരിക്കണം എന്ന് തോന്നുന്നു. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ, ഇങ്ങനെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വെട്ടമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ചെറിയ സാധനങ്ങളായിട്ട് പലതായിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഒരു ബോക്സ് ഞാൻ പൊട്ടിച്ചായിരുന്നു. രണ്ടാമത്തെ ബോക്സ് നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കാം. ആദ്യം ഞാൻ കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം കേക്ക് എല്ലാം കൂടെ ആര് കഴിക്കും, അല്ലെങ്കിൽ 2 കേക്ക് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ കേക്കില്ല, കൺഫെറ്റിയാണ്. പക്ഷേ അതിനും കൂടെ കൂട്ടി ഞാൻ കപ്പ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതാ ഇവിടെ കപ്പ് കേക്ക് ടോപ്പേഴ്സാണ് കേട്ടോ. ഇത് നമുക്ക് പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബോയ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ബലൂൺ ഒട്ടിക്കാനായിട്ടുള്ള സ്റ്റിക്കി ഡോട്ട്സാണ്. ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ദിസ് ഈസ് ദ ടേബിൾ ക്ലോത്ത് ആണ്. ടേബിൾ ഇതാണ്. ഇപ്പോൾ ഇതിൽ ഡെയിലിയൊക്കെ ചെയ്തിട്ടുള്ള ഒന്നുണ്ട്. പിന്നെ നമുക്കൊരു കേക്ക് സ്റ്റാൻഡുണ്ട്, കപ്പ് കേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി നമ്മൾ 3 മിനിറ്റ് ഉള്ളപ്പോൾ ഈ കപ്പ് കേക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതെല്ലാം കഴിക്കാം. പിന്നെ കാണുമ്പം ഒരു ലുക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഏതാണ്ട് 24 കപ്പ് കേക്ക്സ് എന്തോ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. നമുക്ക് ആദ്യം ഈ കപ്പ് കേക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാവേ. ബലൂണൊക്കെ നമുക്ക് ചെറുപ്പത്തിനുള്ള ബൈക്കിനെ കൊണ്ട് ഉപയോഗിച്ചില്ല. ബലൂൺ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തന്നെ ശ്വാസം മുട്ടില്ല. ഇത് നമുക്ക് അറിയാം. ഇത് ആണ് നമ്മുടെ കപ്പ് കേക്ക് സ്റ്റാൻഡ്. അപ്പം ഇത് ചുമ്മാ പേപ്പർ സ്റ്റാൻഡാണ്. അപ്പോൾ അത് 3 ലെയറായിട്ട് വരും. കത്തി വെക്കുമ്പം ഒരു രസമായിരിക്കും ഇതിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇതും കൂടെയുള്ള ഇതും കൂടെ ഇങ്ങനെ ഇറക്കിയിട്ട് സ്റ്റാൻഡ് ഇണങ്ങുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതുണ്ടോ, ഇതിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കും. എന്നിട്ട് നമുക്കിതിനെ, ഇതൊരു 1 ടൈം യൂസ് ആണ് കേട്ടോ. നമ്മളിതിനെ മുകളിൽ കൂടെ ശരിക്കും ഇതൊരു 1 ടൈം യൂസ് ആണ്. ഇപ്പോൾ നമ്മുടെ താഴത്തെ സംഭവം അത്രേ ഉള്ളൂ. ഇങ്ങനെ കയറ്റി ഇപ്പോൾ താഴത്തെ സംഭവം വന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ 3 ലെയറായിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ അസംബിൾ ചെയ്ത് 3 ലെയറായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് അതങ്ങനെ ഇരുന്നോളും. പിന്നെ ഇതിൽ നല്ല പടങ്ങളും കളറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്തിട്ട് ഇതിൽ ഈ കപ്പ് കേക്ക്സ് വിത്ത് ടോപ്പറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ക്യൂട്ട് ലുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കാണാനും ഫോട്ടോ ഒക്കെ എടുക്കുമ്പം നല്ലൊരു ഭംഗിയായിരിക്കും അത്. അങ്ങനെ എല്ലാ സംഭവവും റെഡിയായിട്ടാണ്. ഇതാണ് നമ്മുടെ കപ്പ് കേക്ക് സ്റ്റാൻഡ്. നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് നമ്മുടെ ടേബിൾ ക്ലോത്താണ്, പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. അപ്പോൾ ഇതിൽ ബോയ് ഗേൾ സംഭവം ഉണ്ട്. ജെൻഡർ റിവീൽ ഇതാണ്. ജെൻഡർ റിവീൽ അല്ലെങ്കിൽ നമുക്ക് ബേബി ഷവർമക്കുള്ള രീതിയിലുള്ള ബേബിയാണ് ഇതിലുള്ളത്. ഇപ്പം കുറേ ഉണ്ടല്ലോ. എത്ര ടേബിൾ
ഞാൻ ഒരെണ്ണമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിപ്പം 4 പീസുണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ എന്ത് ചെയ്യാനാണ്? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിൽക്കാം, അല്ലെങ്കിൽ ഡെക്കറേഷൻ്റെ ബിസിനസ് വല്ലതും പറയാം. അപ്പോൾ ഇതിങ്ങനെ 4 എണ്ണമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരെണ്ണമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചത്. ഇതിന് 3 ഓർഡർ കണ്ട് വരണേ. പിന്നെയുള്ളത് ഇതാണ്. ഇത് കേക്ക് ടോപ്പിങ്സ്. ഇതിനകത്ത് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഇങ്ങനെ ചെറിയ ബോസ് ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ഉടുപ്പുകളുടെ ഷേപ്പുകളുണ്ട്, പിന്നെ ഇതിൽ ബോയിന്ന് എഴുതിയിട്ടുണ്ട്, മറ്റതിൽ ഗേൾ എന്ന് എഴുതിയിട്ടുണ്ട്. ബോയ്, പിന്നെ പിങ്കിൽ ഗേള്, പിള്ളേർ ഉടുപ്പിൻ്റെ ഇതും. അത് നമുക്ക് മാറ്റി വെക്കാം. കപ്പ് കേക്ക് ആവുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. 24 ഉണ്ട് each one. ഇതിൽ പിങ്ക്. ഇത് പടം കണ്ട അത്ര ഒരു രസമൊന്നുമില്ല, പിന്നെ 1 ടൈം യൂസാണ്. മാറ്റി വെക്കാം. പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബലൂൺ. പിന്നെ ഇതിനകത്ത് ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇതൊരു കിറ്റായിരുന്നു. ഇതിനകത്തൊരു മമ്മി ട്യൂബിയൊക്കെയുള്ള ഒരു സാഷയൊക്കെ ഉണ്ട്. സാഷ എന്നല്ലേ എനിക്ക് പറയുന്നത്? സാഷ് നല്ല പറയുന്നത്. ഓൾറെഡി ആ മമ്മിയാണ്, പിന്നെ ഒന്നുകൂടെ മമ്മിയാവാൻ പോവുക. അപ്പോൾ നമുക്കത് അവിടെ നിൽക്കാം. ഇങ്ങനത്തെ കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് അതൊന്ന് സെറ്റാക്കാം. എന്ത് ചെയ്യേണ്ടത് എനിക്കൊരു പിടിയില്ല. നമുക്ക് ഒന്ന് നടക്കെ കിട്ടിയിട്ട് എനിക്ക് വന്നിരിക്കുന്നത് ശരി നമ്മൾ സ്പ്രെഡ് ചെയ്തെടുക്കാൻ തോന്നുന്നു. അങ്ങനെയൊന്നും ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് ഞാനിത് പല രീതിയിൽ വെച്ച് നോക്കുകയാണ്. എനിക്ക് അതങ്ങ് യൂഷ്വലി ഞാൻ വാങ്ങുന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്കതിനിങ്ങനെ വിടർത്തി ഒരു റൗണ്ട് പോലെ ആക്കിയെടുക്കാൻ പറ്റുന്നത്. ഇതെന്തോ അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് പല രീതിയിൽ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിലായിരിക്കും എനിക്ക് ഫുൾ ഫ്ലവർ കിട്ടുക, അല്ലെങ്കിൽ ഹാഫാണ് കിട്ടുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടെണ്ണം വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതിലൊരു സ്റ്റിക്കി ഇത് കാണാൻ പറ്റില്ല, ഒരു സ്റ്റിക്കി ഡോട്ട് എടുത്തിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു 2 എണ്ണം എടുത്തിട്ട് നമുക്ക് ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ടാക്കാറുണ്ട്. നമുക്ക് അങ്ങനെ ഫൈനലി ഒരുപാട് ട്രയൽ ആൻഡ് എററിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഫുൾ ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റിക്കി ഡോട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സ്റ്റേപ്ലർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഒരെണ്ണം ഒരു ഫുൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്.
നമ്മൾ സ്റ്റിക്കിലോട്ടൊന്ന് മാറി സ്റ്റേപ്ലറിലേക്ക് എത്തി. ഇത് പലത് പല പല കളറിലുള്ളത് പൂക്കൾ വിരിയിച്ച് വെച്ചിട്ടുണ്ട്. പൂക്കൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ ഒരു സംഭവമുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇതെന്തോ കോർത്തെടുക്കാനുള്ള സാധനമാണ്. നമുക്കൊന്ന് കോർത്തെടുത്ത് നോക്കാം. ബലൂൺ നേർപ്പിക്കാൻ നോക്കിയ 2 പേരുണ്ട്. നമുക്കൊരു നീഡിലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഇതിൽ നമ്മൾ കോർത്തിട്ട് ഒത്തിരി സ്റ്റിക്കുണ്ട്. നമ്മളിതിങ്ങനെ ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മളിതിനെ ഇങ്ങനെ കോർത്തെടുക്കാം. ഒരു ഹാർട്ടാണ് വരുന്നത്. നോക്കാം. ഇതാവുന്നത്. And then you, okay, love you. Okay, this one ഇതിനകത്താണ് വരുന്നത്. I think I'm getting it wrong, but we'll try anyway. Curve. Yes, I'm getting it wrong. നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഞാൻ പുട്ടാ എന്നാൽ നീ വന്ന് തന്നെ ഏർപ്പിച്ചു. ഞാൻ ബലൂൺ ഏർപ്പിച്ചു. Do these have to be super big? Or do they fit in like a container size? Or can Whatever they? size you want it to be. I don't know. അങ്ങനെ ഞാൻ ഫൈനലി ഇതാ ബലൂണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഫോയിൽ ബലൂൺസാണ് വീർപ്പിക്കുന്നത്. നമുക്ക് പല ഷേപ്പിലുള്ള ബലൂൺസ് ഈ കിറ്റിലുണ്ടായിരുന്നു. റൗണ്ട് ഷേപ്പ്, ഹാർട്ട് ഷേപ്പ്. അപ്പോൾ അതൊക്കെ ഒന്ന് വീർപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ സാധാ ബലൂൺസ്, ലാറ്റക്സ് ബലൂൺസ് ഗബ്രോണ്ടയിൽ ഞാൻ വീർപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾ വീർപ്പിക്കാൻ പോയിട്ട് അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡായി വേറെ എന്തൊക്കെയോ പണിയിലേക്ക് പോയി. അപ്പോൾ പിന്നെ നമുക്ക് പതിയെ ബലൂൺസൊക്കെ ഒന്ന് വീർപ്പിച്ച് തുടങ്ങാം. ഇതിലേക്ക് ഡോട്ട് ഒട്ടിച്ചിട്ട് ഇതിലേക്ക് ചെയ്യാം. ഇത് ഈ കേക്ക് ടോപ്പറാന്ന് തോന്നുന്നു. നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കാം. മുകളിൽ ബലൂൺസാണ്. ഇപ്പൊ ബലൂൺസ് എല്ലാം കൂടെ ഞാൻ ഏൽപ്പിക്കാൻ പോകും. എങ്ങനെ കെട്ടിയെടുക്കും അങ്ങനെ ഞാൻ ഈ ചെറിയ ബലൂൺസ് എല്ലാം വീർപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഗബ്രക്കുട്ടൻ ഓടി വന്നു അവന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വീർപ്പിച്ച് തരാം, നീ അങ്ങ് കെട്ടിക്കോളാൻ പറഞ്ഞു.
അങ്ങനെ നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റിൽ മുമ്പോട്ട് പോയി. അപ്പം ഞാൻ വീർപ്പിച്ച് കൊടുക്കും, അവൻ ബലൂണിൻ്റെ എൻഡ് കെട്ടണം. എങ്ങനെയാണെന്നറിയില്ല, കടിച്ചു പിടിച്ചൊക്കെ കെട്ടുന്നുണ്ട്. നിൽക്കുമോ എന്തോ, അതോ പൊട്ടി പോവോ കാറ്റുമോ ഒന്നും അറിയില്ല, എന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ 1-2 എണ്ണം കെട്ടി കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞ് വിട്ടു. പിന്നെ നമുക്ക് പതിയെ ഇവിടെ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നമുക്ക് പതിയെ ഡെക്കറേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ, ഞാനല്ല ഡൈസ്, ഇവിടെ ഒരു ടേബിൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ടേബിൾ ക്ലോത്ത് ഇട്ടു. ഇനിയിപ്പോൾ പതിയെ ബാക്കിയെല്ലാം ഒന്ന് ചെയ്യണം. അപ്പോൾ ഈ ഫ്ലവേഴ്സും ബലൂൺസും ഒക്കെ ശരിക്കും ഒരു ആർച്ച് പോലെ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെയിപ്പം ആർച്ച് പോലെ ഉണ്ടാക്കാനുള്ള ക്ഷമയൊന്നുമില്ല. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ എല്ലാ സംഭവങ്ങളും കളയാൻ വേണ്ടിയിട്ട് മൊത്തം ഇങ്ങനെ വിശാലമായിട്ട് ബലൂണെല്ലാം പരത്തി ഒട്ടിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ പതിയെ പൂക്കളൊക്കെ ആദ്യം വെച്ച് തുടങ്ങി. അപ്പോഴത്തേക്കും ഗബ്രുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അപ്പോൾ എന്തെങ്കിലും ചെയ്യുക, ബലൂണൊക്കെ എടുത്ത് ഒട്ടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്നാൽ വലിയ ബലൂൺ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ പോയിട്ടുണ്ട് ആൾ. ഇതിപ്പം നമ്മൾ ഇതിൻ്റെ ജെൻഡർ റിവീൽ തുടങ്ങുന്നിടം വരെ ഈ ബലൂണൊക്കെ നിൽക്കുമെന്ന് അറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ച് മിക്കവാറും ഇതെല്ലാം പൊട്ടിച്ച് കളയും. എന്തായാലും നമുക്ക് പതിയെ പൂക്കളൊക്കെ വെക്കാം. അതിനിടയിലാണ് ഞാൻ ഒട്ടിച്ച് വെച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ സ്റ്റിക്കി ഡോട്ട് വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൂരെ എടുക്കാനും ഒക്കെ ഈസിയാണ്. പിന്നെ ഇത് മാർക്കൊന്നും വീഴിക്കില്ല, പെയിൻറ്റൊന്നും പൊളിഞ്ഞു പോരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ വെച്ചിട്ട് ചിലപ്പോൾ തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതെല്ലാം കൂടി ഊർന്ന് താഴോട്ട് വരുന്നുണ്ട്. എന്തായാലും എത്ര നേരം നിൽക്കുമെന്നൊന്നും അറിയില്ല, എങ്കിലും നമുക്ക് ഒരുപാട് നേരത്തേക്കൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റത്തേക്ക് മതിയല്ലോ. അതുകൊണ്ട് എന്തായാലും ഞാൻ വീണ്ടും ഒട്ടിച്ച് വെക്കുന്നുണ്ട്. പൊഴിഞ്ഞ് താഴെ വീണതിനെല്ലാം വീണ്ടും ഒട്ടിച്ച് മുകളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. Mama, can I put it on the stand? Yeah. Thanks. So I think we have too many. Yeah, that's okay. I'm not guaranteeing this is going to work. Do you want to eat a boy? Yes. I want to eat one of the boy cupcakes. Okay. Can I start putting stuff in it? Yeah. ഏത് ഇഷ്ടമുള്ള വെച്ചോ. അപ്പോൾ നമ്മളാണെങ്കിൽ ജെൻഡർ റിവീൽ ചെയ്യാൻ പോവുക. അപ്പം എന്താണ് എക്സ്പെക്റ്റേഷൻ? എൻ്റെ മാനെ കർത്താവ് എന്നാ ആദ്യം ഞാൻ ഓടിച്ചു. പിന്നെ ഒരു പെൺകൊച്ച് കിട്ടുവാണെങ്കിൽ തെറ്റില്ല. എക്സ്പെക്റ്റേഷൻ ആദ്യം വിചാരിച്ചായിരുന്നു ഒരു പെൺകൊച്ച് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നേലും കിട്ടുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ സ്കാൻ ചെയ്യാവുന്ന സമയത്ത് പുള്ളിക്കാരി ലുക്കവേ പറഞ്ഞപ്പോൾ മുതൽ ഒരു വികാരം. പെൺപിള്ളേരാണെങ്കിൽ അങ്ങനെ സാധാരണ ലുക്കവേ പറയേണ്ട കാര്യമില്ല, നമുക്ക് കണ്ടാലും കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് ജെൻഡർ റിവീലിലേക്ക് പോവാം. വലിയ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, എന്നാലും ചെറിയ രസം. അപ്പം ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം കേട്ടോ. ഹലോ, ഹായ്. അത് നമ്മളിതാ ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ജെൻഡർ റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. വലിയ പരിപാടിയൊന്നുമില്ല. നമ്മൾ 3 പേരും പിന്നെ ഞങ്ങളുടെ പേരൻസ് ഇല്ല, നമ്മുടെ 2 പേരുടെ അമ്മമാർ മാത്രമേ ഉള്ളൂ. ഉത്തരവാദികളോ? നമ്മളല്ല ഉത്തരവാദികളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 പേരും ഓരോ കൺഫെറ്റി പൊട്ടിക്കും. എനിക്ക് റോളൊന്നുമില്ല, ഞാൻ വെറുതെ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നമ്മളുടെ പരിപാടി. അപ്പോൾ നമുക്കിനി ഇതിൽ കാണാം കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മളുടെ ഫൈനൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരെയും ഫേസ് ടൈമൊക്കെ വിളിച്ചിട്ട് ഇനിയിപ്പം അവർക്ക് കാണാവോ എന്നൊക്കെ ചോദിച്ച് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിന് ട്രൈപോഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളെ കാണാവോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
അവിടെ കാണാവോ ഇവിടെ കാണാവോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം നമുക്കിനി ഇത് പതിയെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഗബ്രുക്കുട്ടനാണെങ്കിൽ ഫുൾ എക്സൈറ്റ്മെൻറ്റ് മോഡിൽ ഇവിടെ വന്ന് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്നും ചെയ്താൽ മതി എന്നുള്ളൂ, എന്നിട്ട് വേണം കപ്പ് കേക്ക് എടുത്ത് കഴിക്കാൻ. അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. പക്ഷെ എന്നാൽ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതായിരുന്നു നമുക്ക് വേണ്ടുന്നത്. Yeah. Forget it's time. എങ്ങോട്ടാ തിരിക്കട്ടെ? ഒരു സെക്കൻഡ്, എങ്ങോട്ടാ തിരിക്കേണ്ടത്? Can I do the countdown? ഇത് കണ്ടോ, ഇത് Yeah, I know. ഇങ്ങോട്ടാ. But I know. I get instructions. Can I do countdown? Yeah, we need to say 3, 2. നമുക്ക് ജെൻഡർ റിവീൽ ചെയ്താലോ? 3, 2, 1. അങ്ങനെ ജെൻഡർ റിവീൽ കഴിഞ്ഞപ്പം ഇവിടെ 2 പേര് ഇഞ്ചി അടിച്ച കുരങ്ങന്മാരെ പോലെ നിൽപ്പുണ്ട്. അവർക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു പെങ്കൊച്ചിനെ കിട്ടുമെന്ന്. ഇതൊക്കെ പൊട്ടിച്ച് നമ്മൾ ആൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ 2 പേരും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഗബ്രു എൻ്റെ അടുത്ത് പറയുന്നത് കൺഫിറ്റി പൊട്ടിച്ചിട്ട് നമുക്കങ്ങനെ ഒന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല. ഡയസ് പിന്നെ നേരിട്ട് കണ്ടതിന് ശേഷം മാത്രമാണ് വിശ്വസിച്ചത്. It was just me. I want to do your bite. Should I do that? Can I do the I'm going into a blue. നല്ല തിക്ക് വെയിറ്റ് ആണല്ലോ. പിന്നെ എല്ലാവരും ഓരോ കപ്പ് കേക്ക് കഴിച്ച് പിരിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സിന് മാറി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് വയറെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്യാൻ പോയതാണ്. ഉടുപ്പിന് വലിയ തിക്നെസ് ഇല്ല, അതുകൊണ്ട് മൊത്തം വയറെ പറ്റിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി വാഷ് ചെയ്താൽ അതും ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. അപ്പം നമുക്ക് ബോയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജെൻഡർ റിവീൽ വീഡിയോ. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇതാണല്ലോ ഇനി നമ്മളുടെ ലൈഫിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.